ഇത് നല്ല മറ്റയില ഇതുപോലെ ലൈലേ ഇത് ₹5 കണ്ട പായ വിരിക്കുന്ന കൂത്തിച്ചി. നിനക്ക് വേണ്ടിയല്ലേ ഞാൻ. ഇവിടെ എവിടെ പോയി കിടക്കാം പണ്ടാറം? ഓ, ഞാൻ എവിടെയും പോയിട്ടില്ല. എന്താ വേണ്ടേ? ഒരു ഗ്ലാസ് കൊണ്ട് കഴിക്ക്. ഡോക്ടർ പറഞ്ഞത് ഗുളികയും മരുന്നും കഴിക്കാനല്ലേ? ഗുളിയും മരുന്നും കഴിച്ചോണ്ട് എന്റെ വിഷമം മാറില്ലടേ. ഒഴുക്കി. ഈ ഒരു ഇത്തിരി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. ഓ, ഇപ്പൊ എനിക്കായ കുറ്റം. എനിക്കറിയായിരുന്നോ? എവിടെങ്കിലും സൗകര്യത്തിന് അവൻ എന്റെ കയ്യിൽ കിട്ടും. അന്ന് ഞാൻ കൊടുത്തോളാം. ഇനി കൊടുക്കാനും വാങ്ങാനും ഒന്നും പോണ്ട. അടങ്ങിയിരുന്നാ മതി. കനകന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അവൻ പോയില്ലേ? എവിടെ പോവാൻ? എന്നോട് പൊറുക്കണം. ചെറിയ ചെട്ടിയാരെ ഒന്ന് നിന്നേ. ചന്ത പോയതാ? ആ, ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലോ. എന്താ വിശേഷം വല്ലതുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ പറയണോ? അല്ലേ, എന്നോട് കരുതിക്കാൻ ഞാൻ എന്തോ ചെയ്തു? അവിടെ വന്ന് എണ്ണയും പിണ്ണാക്കും മോട്ടിച്ചോ? നീ ഇങ്ങ് വാ. ഞാനേ നല്ല പ്ലാവിലിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രണ്ടെണ്ണം തിന്നിച്ചു പോ. വാ. എനിക്ക് വേണ്ട. ചെറിയ ചെട്ടിയാരെ, നിന്റെ കനകൻ ചേട്ടനെ ഞാൻ അന്വേഷിച്ചെന്ന് പറയണം കേട്ടോ. കനകൻ ചേട്ടനെ അന്വേഷിക്കാനേ അവിടെ കസ്തൂരി ചേച്ചിയുണ്ട്. വന്നോ? എടാ അവിടെ നിന്നേ. നേരാണോ നീ പറയുന്നേ? ഞാനെങ്ങനെ കള്ളം പറയണം? കനകൻ ചേട്ടനെ ഇപ്പൊ പഴയ ആളൊന്നും അല്ല. ആളാകെ മാറി.
എന്തായിട്ടത്? ഏയ് ഒന്നുമില്ല. ഞാൻ ചോദിച്ചുതരാം. കനക ആ പെട്ടിന്നാക്കൊല്ലിയാണ്. എന്തിനാ അച്ഛാ? കൂടുതൽ കാര്യമൊന്നും തിരക്കണ്ട, നീ വരാനല്ലേ പറഞ്ഞേ. ഇന്ന് മുതൽ നീ കടയിരുന്നാ മതി. എന്നാ പടി വാങ്ങടാ. ഇനിയും പോലെ നീ ചക്കാട്ടിക്കോ. ഈ വേഷമൊക്കെ ഒന്ന് മാറ്റ്, കയ്യിലും പിന്നിനും മതി. എന്നെ കൊണ്ട് പറ്റില്ല. ഇത്രയും കാലം ഞാനല്ലേ പീടി നോക്കിയത്, പിന്നെ ഇപ്പൊ എന്താ? തർക്കിക്കണ്ട, പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ മതി. എനിക്കാവില്ല ചാണകത്തിലും ചെളിയിലൊക്കെ. എന്താ പറഞ്ഞ? ഈ ചാണകത്തിലും ചെളിയിലും ചവിട്ടി നടന്നിട്ടാ നിന്നെയൊക്കെ ഇത്ര തീച്ചു പോറ്റത്. അടിച്ച് കണ്ണു മൂക്ക് ഒന്നാക്കി ഞാൻ. അച്ഛ വേണ്ട, അവൻ തന്നെ പൊയ്ക്കോട്ടെ. അത് അവന്റെ കൊടുക്കൂ. എനിക്കും ചക്കാട്ടുന്ന ഇഷ്ടം. പറ്റില്ല, ചാണകത്തിലും ചെളിയുടെ മണം ഇവനൊന്ന് അറിയട്ടെ. മോളെ, അവന് നല്ല ഷർട്ടും മുണ്ടൊക്കെ എടുത്തു കൊടുക്കുക. അച്ഛൻ ചെയ്തത് നന്നായി. കനകനെ പിടിയിലിരുത്താന്ന് മുമ്പ് ഒരിക്കലും അച്ഛന് തോന്നിയിരുന്നില്ല. നടരാജന് പ്രയാസമുണ്ട്. ഇസ്തിരി ഇട്ട ഉടുപ്പ് ഇട്ട് സെന്റും പൂശി കാലിലെടുത്ത് പോകാൻ പറ്റില്ലല്ലോ. അടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അത് നിന്നെ പോലെ അല്ല, ബുദ്ധിയുള്ളതാ, നടന്നോളും. ഗോവിന്ദേട്ടാ, എന്റെ ബ്ലൗസ് കുറച്ചൊന്ന് ടൈറ്റ് ആക്കണം. നീയല്ലേ ഇതിനിടയ്ക്ക് ഒരു ബ്ലൗസ് ലൂസാക്കി കൊണ്ടുപോയത്? അതേ ബ്ലൗസ് തന്നെ ഇത്. ഞാനിപ്പൊ കുറച്ചു മെലിഞ്ഞു. അത് കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. ഈ ഗോവിന്ദേട്ടൻ ഇവിടെ ആരും ഇല്ലേ? അല്ല, നടരാജൻ ചേട്ടൻ എവിടെ? എനക്കെന്താ വേണ്ടേ? ഓ, എന്താ ഇത്? കുറച്ചുകൂടി മയത്തിന് ചോദിച്ചൂടെ? ഓ, 1 കിലോ പിണ്ണാക്കും 1/2 ലിറ്റർ എണ്ണയും. 45 രൂപ. കാശ് പിന്നെ തരാം. കടത്തിന്റെ ഏർപ്പാടുകൂടില്ല, കാശുള്ളത് വാങ്ങിച്ചാ ഓ, മതി. ഞാൻ നാട് വിട്ടു പോകുന്നൊന്നുമില്ല. കടയടച്ചു പോകുമ്പം നിന്ന് കൊടുങ്ങാണ്ട് പോ. പാലില്ല, കട്ടൻ ചായ. കൊണ്ടുപോ, എനിക്ക് വേണ്ട. കൊണ്ടുപോടാ. എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? ചക്കാട്ടൻ വാങ്ങി വേണ്ട, ഞാൻ പറയാം അച്ഛനോട്. എടാ, കൊണ്ടുപോകാനാ പറഞ്ഞത്. അവന്റെ ഒരു അച്ഛൻ. എന്താടാ? എന്റെ ലീല ലീല കൊണ്ടുപറ്റി. അവള് പോയി. എങ്ങനെയായിരുന്നു? അവള് ചത്തല്ല, എക്സൈസുകാര് പൊക്കിയതാ. 5 ലിറ്റർ ചാരായി അവര് പിടിച്ചു. എന്നാലും കാശ് കൊടുത്ത കേസ് എടുക്കില്ല എന്ന് പറഞ്ഞ 5000 രൂപ അവര് ചോദിച്ചു. ഞാനത് പറഞ്ഞ് 3000-ൽ ഒതുക്കിയിട്ടുണ്ട്. നോക്കിയേ, വേണം. ഞാൻ ഇവിടെ തരാനാ, എന്റെ ഒറ്റ പൈസ. അതൊന്നും എനിക്കറിയണ്ട. 3000 രൂപ എനിക്ക് ഇപ്പൊ കിട്ടിയേ പറ്റൂ. ഇല്ലെങ്കിൽ ലീല ജയിലിൽ കയറും. എനിക്ക് അവളെ വിടിച്ചേ പറ്റൂ. ഞാൻ എന്ത് ചെയ്യാനാ? ഏട്ടൻ്റെ ഇല്ല കാശ്. അത് കൊള്ളാം. അപ്പൊ അവനോട് ചോദിച്ചാ പോരെ? ഇത് നിന്റെ കൂടി കാശല്ലേ? ചോദിച്ചു മേടിക്ക്. ഞാനിപ്പോ വരാം.
അച്ഛൻ ചോദിക്കുമ്പോ ഞാൻ എന്ത് പറയും? അച്ഛൻ ചോദിക്കുമ്പളേ നീ ഇങ്ങനെ കുന്തം വിരിഞ്ഞ പോലെ നിന്നാ മതി. ആടാ അതെ, എനിക്ക് കുറച്ച് പണം വേണം. എന്തിനാ? അതേട്ടൻ അറിയണ്ട. ഒരു 3000 രൂപയുടെ ആവശ്യമുണ്ട്. 3000 രൂപയെ? ഇത്രയും രൂപയുടെ ആവശ്യം എന്താ നിനക്ക്? ഒരു വായ്പ തിരിച്ചു കൊടുക്കാനാ. നീ എന്തിനാ വായ്പ വാങ്ങിയേ? ഏട്ടൻ കാശും കിടക്ക്, എനിക്ക് പോണം. ഞാൻ നിനക്ക് ഒറ്റ പൈസ എടുത്തല്ലോ ഇവിടുന്ന്. വേണമെങ്കിൽ അച്ഛൻ ചോദിക്കും. അച്ഛൻ അറിഞ്ഞോണ്ടാണോ എല്ലാ കാര്യം ചെയ്തിരുന്നേ? അല്ലല്ലോ, പിന്നെ എപ്പോഴും എന്തൊരു അച്ഛൻ. നിനക്കെന്താ ഇവിടെ കാര്യം? കാര്യം ഉള്ളോണ്ട് തന്നെ വന്നത്. മര്യാദക്ക് നടരാജൻ ചോദിച്ച കാശ് കൊടുക്കണ്ട കനക. ഈ ചെറ്റയും കൂട്ടി കാശ് പിടിപ്പിക്കാൻ വന്നിരിക്കാണോ നീ? ഇറങ്ങ. അതെ, ഇത് എന്റെ കൂടെ കടയാ. എനിക്കൂടെ അവകാശപ്പെട്ട പണം ഈ പട്ടിയില്. ഞാൻ കുറച്ച് പണം ചോദിച്ചപ്പോ തരില്ലാന്ന്. ഇവനെ സ്ത്രീധനം കിട്ടിയതാണ് ഈ കട. പിന്നെ ഞാനിവിടെ ആരുടെ ഓശാരത്തിൽ വന്നൊന്നല്ല. എനിക്കിവിടെ അവകാശം ഉള്ളതുകൊണ്ടാ. നിനക്ക് എന്താ പണത്തിൽ പോവിന്റെ ആവശ്യം? അതവൻ പറയുന്നില്ലല്ലോ. എന്റെ ലീലാൻ എക്സൈസാര് പൊക്കി അവളെ വിടിയിക്കാനാ. ഇതിനായിരുന്നു ഇത്ര പരവേശം അല്ലേ? കള്ളമാറ്റം നടത്തി എക്സസൈസ് പിടിക്കൂലേ? അതല്ല അവരെ ജോലി. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം. ലീല എക്സസൈസ് പിടിച്ചാൽ നിനക്കെന്താ? നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്ക്. പറ. നമ്മൾ ഇനിയും കാണും. ഓടാ. ഈ നാരായണൻകുട്ടി ഉണ്ടല്ലോ, ഒരു ചൊറ കേസാ. ഇത് ഒഴിവാക്കുന്നത് നടരാജന് നന്ന്. ഏട്ടനും അനിയനും തമ്മിൽ അടിപിടിന്ന് കേട്ടാ ആളുകൾ ചിരിക്കില്ലേ? എന്നെയും കുറ്റം പറയും. ഞാൻ അങ്ങോട്ട് വഴക്കിനൊന്നും പോയതല്ല. അവൻ വന്ന് പഴയ പോലെ തന്നെ മതി. പീടികയില് നടരാജൻ ഇരുന്നോട്ടെ, അവനിഷ്ടം അതാ. അവിടെ ഇരിക്കാൻ തുടങ്ങിയപ്പോ എനിക്കും അതങ്ങ് ഇഷ്ടമായി. പണപ്പെട്ടി അടുത്ത് അങ്ങനെ ഇരിക്കുമ്പോ എന്താ